അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. നവാസിൻ്റെ വാക്ക് കേട്ട് കുഞ്ഞു ശരിക്കും ഒന്ന് ഞെട്ടി. കാര്യം മറ്റൊന്നുമല്ല, അളിയൻ തന്നെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് റൂമിലേക്ക് പോയി. എടാ കുഞ്ഞു, നീ എങ്ങോട്ടാ? നീ എന്താ പെട്ടെന്ന് പോയത്? പോവല്ലടാ. എന്താണ് അളിയ, എനിക്ക് ഇപ്പം താല്പര്യമില്ല. അവൻ അതും പറഞ്ഞ് അതാ മുകളിലത്തെ റൂമിലേക്ക് പോയി. എടാ, മുകളിലത്തെ റൂമിൽ കുറേ കാലമായി നീ ഒറ്റയ്ക്ക് കിടക്കണം കേട്ടോ. ഇനി അവിടെ ഒരാളെ കൊണ്ടുവന്നില്ലെങ്കിലേ അളിയ സോറി, എനിക്ക് അത്യാവശ്യം ഞാനിപ്പോൾ ആയിക്കോട്ടെ പോ. എന്തൊക്കെ നിങ്ങൾ അവനോട് എന്തിനു നിങ്ങളിങ്ങനെ മറച്ചു വെക്കുന്നത്? എടി പെണ്ണേ, അതൊരു സർപ്രൈസ് ആക്കാന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്ക്. എൻ്റെ പൊന്നിക്ക, അത് പറഞ്ഞിട്ട് കാരലോനെ വിഷമിപ്പിക്കണ്ട. എന്താ പെണ്ണേ, സർപ്രൈസ് അത് ഭയങ്കര രസമല്ലേ? എന്നാൽ അതാ നവാസ് കുഞ്ഞുവിൻ്റെ റൂമിലേക്ക് മുകളിലേക്ക് കയറി പോകുന്നു. ഇക്ക എങ്ങോട്ടാ? അതെ, ഞാൻ പോയി നോക്കട്ടെ. എടാ കുഞ്ഞു, അവൻ ആ ബെഡിലിരിക്കുകയായിരുന്നു. അവൻ ഫോണും നോക്കിക്കൊണ്ട്. ആരാ? എന്താ വല്ല ക്രഷും ഉണ്ടോ? ആരോടെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടോ. അത് അളിയ, ഒന്നുമില്ലെന്ന് പറഞ്ഞില്ല ഞാൻ. എന്താടാ? നമുക്കൊരു കല്യാണം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, ഒരു പെണ്ണിനെ. കാണാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ നിനക്ക് ഇഷ്ടപ്പെടുമോ ഇല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് അളിയ ദയവായി എനിക്കിപ്പോൾ കല്യാണം വേണ്ട. എന്താടാ അങ്ങനെ പറഞ്ഞാൽ? പിന്നെന്താ, ഉമ്മാൻ്റെ അടുത്ത് പാപ്പാൻ്റെ അടുത്ത് ഒരാൾ വേണ്ടേ? ഞാൻ ഫസീലാനും കൊണ്ടങ്ങ് ഗൾഫിക്ക് പോണേ. ഫസീലാനും മക്കൾ ഇവിടെ കിട്ടുന്നില്ല. അവന് എന്താ ഇങ്ങനെ നടന്നാൽ മതിയോ? ഈ പ്രായമായ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്ത് നിൽക്കുക എന്നും ഫസീല ഉണ്ടാവുമോ? നീ അല്ലടാ പൊന്നു മോനെ പെണ്ണ് കെട്ടി കൊണ്ടുവരേണ്ടത്. നീ എന്താ ഇങ്ങനെ പറയുന്നത്? എന്താണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് സെറ്റാക്കട്ടെ. അളിയ, അത് വേണ്ട. എന്താ, ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാൽ മതി. എൻ്റെ പൊന്നനിയ, എനിക്ക് വേറെ ആരുമില്ല. നീ എൻ്റെ അളിയനാണ്. ഞാൻ പറഞ്ഞതനുസരിച്ച് നിന്നാൽ മതി നെയ്യ്. അല്ലാതെ നീ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫസീലാനെ കൊണ്ട് ഗൾഫിക്ക് പോവാണ്. അല്ലാതെ ഇവിടെ എന്നാൽ ശരിയാവുന്നില്ല. എനിക്കെൻ്റെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ നോക്കാനും ചെക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. ഇത് കുറച്ച് ദിവസം കൂടിപ്പോയി. ഇപ്പോൾ പെരുന്നാൾ കഴിയട്ടെ, അങ്ങനെ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ പെരുന്നാളും കഴിഞ്ഞ് നോമ്പും കഴിഞ്ഞൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നിൻ്റെ കല്യാണം പെട്ടെന്ന് അങ്ങോട്ട് റെഡിയാക്കിയിട്ട് പോകാം. എന്നാൽ അത് കേട്ടപ്പോൾ കുഞ്ഞുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ആകെപ്പാടെ ടെൻഷനിലായി. ഞാൻ ആഗ്രഹിച്ച പെണ്ണ് അവൾ പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ എനിക്ക് ഏത് പെണ്ണിനെന്നാവും അളിയൻ കണ്ടെത്തിയിട്ടുള്ളത്? എനിക്കാവൂല ഇത്. ശരിക്കും കുഞ്ഞുവിന് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അവൻ പെട്ടെന്ന് തന്നെ അതാ വീട്ടിൽ നിന്നിറങ്ങി കാറെടുത്ത് പോയി. ഇക്ക, നിങ്ങൾ എന്തൊക്കെയോ ഓനോട് പറഞ്ഞത്? നിങ്ങൾ എന്തെങ്കിലും ഓനോട് പറഞ്ഞോ? ഇല്ല പെണ്ണേ, ഞാനൊന്ന് ചൂടാക്കി വിട്ടു. ഞാൻ പറഞ്ഞു ഫസീലാനെ കൊണ്ട് ഞാൻ പോവാണ്. പിന്നെ ഇവിടെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്ത് ഒരാൾ വേണ്ടേ? അവർ പ്രായമായതല്ലേ, അവരിട്ടിട്ട് പോകാൻ പറ്റുമോ? ഒരാൾ വേണ്ടേ എന്ന് പറഞ്ഞു. അതിൽ ഓനൊന്നും മിണ്ടിയില്ല. കുറച്ച് സങ്കടമായിക്കണ്. എൻ്റെ പൊന്നിക്ക, നിങ്ങളെന്തിനാ ഓനെ വിഷമിപ്പിച്ചത്? പിന്നെ ഫസീല, ഞാൻ പോയിട്ട് വരാം ഹോസ്പിറ്റലിലേക്ക്. എന്നാൽ അത് കേട്ടപ്പോൾ ഫസീലയുടെ മുഖം വാടി. എന്താടി? അല്ല മോശമല്ലേ, അവിടെ നമ്മൾക്ക് വേണ്ടി ഒരാൾ ഹെൽപ്പ് ചെയ്തിട്ടിപ്പോൾ 2 ദിവസമായി. അപ്പോൾ ഞാൻ പോയി നോക്കട്ടെ. എന്നാൽ ഫസീല പറഞ്ഞു, ഇക്ക പോവുകയാണോ? അതെ, ഞാൻ പോയി നോക്കട്ടെ. അപ്പോൾ തന്നെ നവാസ് അവിടെ നിന്നിറങ്ങി നേരെ ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ അല്പസമയത്തിന് ശേഷം ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ സത്താർ, എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എന്നാൽ സെലീന പറയുന്നു, അത് സാരല്ല, അതിനിപ്പോൾ എന്താ, അതൊക്കെ ഇപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പൊക്കെ വേണ്ടി തന്നെയല്ലേ. എന്നാലും പുത്തൻവീട് തറവാട്ടുകാർ ഞങ്ങൾക്ക് ഏകിയ ഹെൽപ്പൊന്നും ഒരിക്കലും ഞങ്ങൾ മറക്കൂല. ഏതായാലും എന്നാലും മക്കളൊക്കെ അവിടെയല്ലേ. ആയിക്കോട്ടെ, കുഴപ്പമില്ല, പോയിക്കോളേ. ഏതായാലും റാഹത്തായില്ലേ, പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഉഷാറായി. ആയിക്കോട്ടെ. അങ്ങനെ അതാ നവാസ് അവർക്ക് നന്ദി പറഞ്ഞു. എന്നാൽ പെട്ടെന്ന് നവാസ്, അതെ സത്താർ, ഗൂഗിൾ പേൻ്റെ നമ്പർ ഒന്ന് തരിട്ടോ. കയ്യിൽ ഒന്നും ഇല്ലായിട്ടാണ്. ഇപ്പോൾ ഒന്നുമില്ലല്ലോ അങ്ങനെയൊക്കെ. എന്തിന്? അല്ല ഒന്നുമല്ല, നിങ്ങളിപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയ സിറ്റുവേഷനാണ്. കയ്യിൽ 5 പൈസ ഉണ്ടാവില്ല. മക്കൾക്കും ഇവൾക്കും ഒക്കെ ജീവിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്പറും തന്നേക്ക്. ജസ്റ്റ് ഒന്ന്. അതൊന്നും വേണ്ട. അല്ല, ഇത് തന്നെയാണോ ഈ കോള്? ഇതാണ് എൻ്റെ നമ്പർ കേട്ടോ. ഓക്കെ എന്നാൽ ശരി, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അങ്ങനെ നവാസ് സൗദിയുടെ റൂമിലേക്ക് കയറി. സൗദ,
ഒരു നിമിഷം സൗദ ഭയത്തോടെ അവനെ നോക്കി. സൗദ പേടിക്കേണ്ട, ഇത് നവാസാണ്. സൗദ, സൗദ, എന്താടി? എന്ത് നിനക്ക്? സൗദ, വീണ്ടും നവാസ് ശബ്ദത്തോടെ വിളിച്ചു. സൗദ, ഇങ്ങോട്ട് നോക്കടി. അവൾ ഭയത്തോടെ അതാ ഒഴിഞ്ഞു മാറുവാൻ വേണ്ടി ശ്രമിക്കുന്നു. സൗദ, നിനക്ക് വേണ്ടി എനിക്കിവിടെ കാവലിരിക്കേണ്ട ഒരു ആവശ്യമില്ല നീ ചെയ്ത സ്ഥിതികൾ ആലോചിച്ച് നോക്കുമ്പോഴേ. പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ ഒരു ഉമ്മയാണ് നീ. ഒരിക്കൽ പോലും നീ അനാഥമായി നടക്കുന്നത് അല്ലെങ്കിൽ നീ കഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിന്നെ ചേർത്ത് പിടിക്കാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. സൗദ, എൻ്റെ മുഖത്തേക്ക് നോക്കൂ. എന്നാൽ അവൾ ഭയത്തോടു കൂടി അവനെ നോക്കി. എന്നാൽ പെട്ടെന്ന് അതാ വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നു. ആരാ? അങ്ങനെ അതാ നവാസ് വാതിൽ തുറക്കുന്നു. സിസ്റ്റർ, എങ്ങനെയുണ്ട് സൗദക്ക്? എന്തെങ്കിലും വല്ല മാറ്റങ്ങളും വന്നോ? ഡോക്ടർ വരുന്നുണ്ട് റൗണ്ടിങ്ങിന്. അപ്പോൾ സൗദ, സൗദ, അവൾ ഭയത്തോടു കൂടി പിന്മാറുകയാണ് ചെയ്യുന്നത്. സാധാരണ ഈ ഒരു മെഡിസിൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരുവിധം ഓർമ്മ കുറവൊക്കെ മാറാറുണ്ട്. പക്ഷെ ഇവൾക്ക് എന്ത് പറ്റി അറിയില്ല. പെട്ടെന്ന് സിസ്റ്ററോട് പറഞ്ഞു, ബെഡ്ഷീറ്റ് ആകെ ഇതായിട്ടുണ്ടെന്ന് ബെഡ്ഷീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്തേക്കൂട്ടോ. അപ്പോൾ തന്നെ മറ്റൊരു സിസ്റ്റർ പുതിയ ബെഡ്ഷീറ്റ് കൊണ്ടുവന്ന് ആ പഴയ ബെഡ്ഷീറ്റ് മാറ്റി അവിടെ വിരിക്കുന്നു. ബെഡ്ഷീറ്റ് പൊന്തിച്ച് നോക്കിയപ്പോൾ അതിനുള്ളിൽ അതാ ഒരു പേപ്പർ. എന്നാൽ ആ കടലാസ് എടുത്തുകൊണ്ട് സിസ്റ്റർ നവാസിനെ ഏൽപ്പിക്കുന്നു. ഇതാ ഒരു പേപ്പർ നിങ്ങൾ വെച്ചതായിരിക്കില്ലേ? ഞാനോ? അവൻ അത് വായിച്ചു നോക്കി. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു കത്തായിരുന്നു അത് ഒരു ഡയറി കുറിപ്പ് പോലെ. ബഹുമാനപ്പെട്ട പോലീസ് അറിയുവാൻ വേണ്ടിയിട്ട്, എൻ്റെ ഉമ്മ കുഞ്ഞിക്കതിയ നിരപരാധിയാണ്. അവർ ഒരു തെറ്റും ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് അതെല്ലാം ചെയ്തത്. എനിക്ക് എന്തൊക്കെയോ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭർത്താവുമായുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോഴേ അതെല്ലാം മറക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെയാണ് ഗുളിക കുടിച്ചത്. അതുമാത്രമല്ല, അവിടെ നിന്ന് ഇറങ്ങിപ്പോയതും ഞാൻ തന്നെയാണ്. അല്ലാതെ ഒരിക്കൽ പോലും ആരും എന്നെ ഉപദ്രവിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, കോടതിയിൽ ഇതൊന്ന് കൊടുക്കണം. കോടതിയോട്, ബഹുമാനപ്പെട്ട കോടതിയോട് പറയണം എൻ്റെ ഉമ്മ കുഞ്ഞിക്കതിയ നിരപരാധിയാണ്. അതുകൊണ്ട് അവരെ വെറുതെ വിടണമെന്ന് പറയണം. എൻ്റെ ഉമ്മ പാവമാണ്, നിരപരാധിയാണ്. പിന്നെ എന്നെ ഓട്ടോ വിളിച്ചതും എന്നെ ആക്കിയതൊക്കെ സൗദയാണ് എനിക്ക് കൂട്ടു നിന്നത്. അല്ലാതെ ഒരിക്കൽ പോലും ഉമ്മയല്ല. ഉമ്മയെ വെറുതെ വിടണം, ഉമ്മ പാവമാണ് എന്ന് സൗദ ഒപ്പ്. ശരിക്കും അത് കണ്ട് നവാസ് ഒരു നിമിഷം ഞെട്ടിത്തെറിച്ചു. ഇതിപ്പോൾ എന്താ സംഭവം? നേരെ അതുമായി സൗദയുടെ അടുത്തേക്ക്. സൗദ, ഇത് നീ എഴുതിയതാണോ? എന്നാൽ അവൾ ഭയന്നുകൊണ്ട് അപ്പോഴും പിന്മാറുകയായിരുന്നു. ഇതൊന്ന് ചോദിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. ഇതിപ്പോൾ എന്താ സംഭവം? ഇത് എന്തപ്പോൾ തള്ളക്ക് ശിക്ഷയില്ലേ ഇതൊക്കെ കാട്ടിക്കൂട്ടിയിട്ട്? എന്തായാലും കോടതി വിധി എന്താണെന്നറിയില്ല. ഈ ഒരു ലിസ്റ്റ് കോടതിയിൽ കാണിക്കണമെന്ന് പോലീസിനുള്ള കുറിപ്പായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. സൗദ, ഇത് നീ എഴുതിയതാണോ അല്ലയോ? എനിക്കത് അറിയണം. എന്നാൽ സൗദ അപ്പോഴും ഈ ഓർമ്മശക്തി ഇല്ലാത്ത ഈ സാധനത്തിന് എന്ത് നീ ചെയ്യുക? ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഓർമ്മശക്തി ഇല്ലാത്ത വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി ഇത്. എന്നാൽ ഈ കുറിപ്പ് നവാസ് അപ്പോൾ തന്നെ ഫോട്ടോ എടുത്ത് ഷമ്മാസിന് അയച്ചു കൊടുത്തു. ഷമ്മാസ് അത് വായിച്ചു. ഇത് എന്താ ഒരു നോട്ടീസ്? അങ്ങനെയാണോ? കുഞ്ഞിക്കതിയെ നിരപരാധിയാക്കിയാണല്ലോ അവൾ വിട്ടിട്ടുള്ളത്. സംഭവം എന്തപ്പോ? എനിക്കൊന്നും അറിയുന്നില്ല. വല്ലാത്തൊരു. അപ്പോൾ തന്നെ അതാ നവാസ് ഷമ്മാസിനെ വിളിക്കുന്നു. ഹലോ ഷമ്മാസ്, കണ്ടില്ല നീ? കണ്ടു. അല്ല, ഇതിപ്പോ ഇങ്ങനെ എഴുതി ഇട്ടക്കവള് എന്താ അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ? ഉമ്മയെ ഇനി രക്ഷിക്കാൻ വേണ്ടി നിൽക്കുകയാണോ? അതോ ഉമ്മ അറിയില്ല, എന്തായാലും വേണ്ടിയില്ല. അപ്പോൾ സൗദ പറയുന്നത് ഇതിൽ ഹസീനയാണ് എന്നെ സപ്പോർട്ട് ചെയ്തത് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഹസീനയാണോ ഇതിൻ്റെയൊക്കെ മെയിൻ താരം? ശരിക്കും അവർക്ക് നല്ല സംശയം വന്നു. എന്നാൽ ഈ സമയം അതാ കുഞ്ഞിക്കതിയ സുഖസുന്ദരമായി ഇറച്ചി വരട്ടിയതും ചോറും കഴിക്കുകയാണ്.
അതിനിടയിലാണ് അതാ ഒരു കോള് വരുന്നത്. ഹലോ, കുഞ്ഞിക്കതിയല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. 2 ദിവസത്തെ ജാമ്യത്തിന് ടൈം കഴിഞ്ഞു. പിന്നെയും ഒരു ദിവസം വൈകി. ഞാൻ കൃത്യം 10:30 വരാൻ പറഞ്ഞതല്ലേ, എന്താ ഇതുവരെയായിട്ടും എത്തിയില്ലല്ലോ? ടൈം എത്രയാണെന്ന് നോക്കിക്കേ. ആ ആ അത് സാറേ, പിന്നെ ഇവിടെ പിന്നെ വന്നാൽ പിന്നെ ഞമ്മക്ക് ഓരോ പണിയും കാറേറുവാണല്ലോ. ആ അത് പിന്നെ സാറേ, ഞങ്ങളവിടെ എത്താതൊക്കൊന്നുമില്ലേ? എന്താ സാറേ, ഞങ്ങളെ പറ്റിക്കുവോ? ഞങ്ങൾക്ക് പെരുന്നാളിനൊക്കെ നല്ലോണം ലീവും കാര്യങ്ങളും നിങ്ങൾ തന്നതല്ലേ, അപ്പം പിന്നെ നമ്മൾ നന്ദികേട് കാണിക്കരുതല്ലോ. ആ സാറേ, എൻ്റെ കാലിന് ചെറിയൊരു വേദന, അപ്പോൾ പിന്നെ ഞാനങ്ങനെ എങ്ങനെ അങ്ങോട്ട് വരിക വിചാരിച്ചുകാണ്ട് നിൽക്കണം. എന്തായാലും വരും ട്ടാ, വരും. പിന്നെ വീണ്ടും വന്ന് കസ്റ്റഡിയിലെടുത്ത് ജീപ്പിലിട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥ ഉണ്ടാവില്ലല്ലോ. അത് എവിടെ? ഹസീന കൊടുത്തേ. എന്നാൽ ഹസീന പല രീതിയിലുള്ള കളികളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. കാര്യം മറ്റൊന്നുമല്ല, എന്തൊക്കെ തന്നെയായാലും ഉമ്മാൻ്റെ അലമാരക്കകത്ത് നല്ലോണം ആ ഫോൺ ഭദ്രമായി അവിടെ വെച്ചേക്കണ്. ഇനിയിപ്പോൾ പിടിക്കുകയാണെങ്കിലും ഉമ്മാനെ പിടിക്കുള്ളൂ, എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും കേട്ടില്ല അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ ആക്കാം. എടീ ഹസീന, ഇങ്ങോട്ട് ഇറങ്ങി വന്നാ അതിൻ്റെ മേലെ. തള്ള വിളി തുടങ്ങി. ഒരു സ്വസ്ഥതയും സമാധാനം തരൂല. എന്തേ ഇതെടി, പോലീസ് വിളിച്ചിട്ടുണ്ട്. പോലീസോ? ശരിക്കും? അതാ സൗദ ഞെട്ടിപ്പോയി. ഉമ്മ, നിങ്ങൾ ചെയ്ത കുറ്റത്തിന് ഞാൻ എന്തിനാ ഉമ്മ പോകുന്നത്? ഇനി എന്നെ കൊണ്ട് വയ്യ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ. അതെ, ജാമ്യത്തിന് ഇറങ്ങിയതാണ്. അപ്പോൾ പിന്നെ 2 ദിവസം ഞമ്മക്കൊരു നല്ല ദിനം തന്നു. അപ്പം നമ്മൾ നന്ദി കാണിക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. അതെ, നിങ്ങൾ പൊയ്ക്കോളി. ഇനി നിങ്ങൾ എന്തേ കാക്കണത്? നിങ്ങളെല്ലാം ഓളെ പറഞ്ഞയച്ചതും അങ്ങനെ കാട്ടിയതൊക്കെ എൻ്റെ മേത്തുക്ക് എന്തിനാ നിങ്ങൾ എടുക്കണത്? ഞാൻ ഒറ്റയ്ക്ക് അവിടെ പോയി കിടക്കുക. എന്താന്നില്ലേ വയസ്സ് കാലത്ത് ഇപ്പം ഞാൻ അവിടെ ജയിലിൽ പോയി കിടക്കല്ലേ. നിങ്ങൾ തന്നെ അല്ല ഇതൊക്കെ കാട്ടിക്കൂട്ടിട്ട് നിങ്ങളെന്താ എൻ്റെ നേർക്ക് തന്നെ? എടി ചിലക്കണ്ട, അവൻ്റെ കൊല്ലും ഞാൻ. ഇത് നോക്കിക്കോ. ഇന്നെ ജയിലിൽ കയറ്റിയത് എനിക്കിവിടെ സുഖിക്കാനല്ലേ, അതിന് ഞാൻ സമ്മതിച്ചൂല. ഇജ്ജ് തന്നെ കണ്ണി കണ്ട ആളെങ്ങനെയും വിളിച്ചിരുത്തിക്കാണ്ട് ഇവിടെ അങ്ങനെ കൂട്ടുകാരാണ്, ഫ്രണ്ട്സാണ്, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞാണ് എന്തേനോല് നില. ഇപ്പം എൻ്റെ ഒറ്റ ആളും ഇല്ലേ എനിക്ക്? ഉമ്മ, നിങ്ങളുള്ള ദേഷ്യം പിടിപ്പിക്കണ്ട, അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. നിങ്ങളെന്താ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്? എപ്പോഴും എൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ഇടപെടലാണ്. ഞാൻ എൻ്റെ ഇഷ്ടം പോലെ എങ്ങനെ വെച്ചാൽ ജീവിക്കും. പിന്നെ ഓളിപ്പോൾ കുറച്ച് വലിപ്പം വെച്ചേക്കണ്, കുറച്ച് നറും വെച്ചേക്കണം. അതിൻ്റെ ശേഷം അഹങ്കാരത്തിന് കയ്യും കാലും ഉൾക്ക് മുളച്ചേക്കണ്. പിന്നെ നിങ്ങളെ മോള് സൗദനെ പോലെ കറമ്പി ഒന്നല്ല ഞാൻ കുറച്ച് അത്യാവശ്യം ഗ്ലാമർ ഉള്ളത് തന്നെയാണ്. അത് നിങ്ങളാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. എന്നെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് അതിനുള്ള കഴിവൊക്കെ ഉണ്ട്. എനിക്ക് നല്ല സൗന്ദര്യം കിട്ടിയിരിക്കണ്. നിങ്ങളെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എൻ്റെ സൗന്ദര്യം ഒരു തളിച്ച വെള്ളാണ്ട് വെച്ചാൽ എൻ്റെ സൗന്ദര്യം അവിടെ പോവും. എൻ്റെ റബ്ബേ, നിങ്ങൾ വല്ലാത്ത സാധനം തന്നെയാണല്ലോ. പെറ്റ തള്ളാരും ഉമ്മട്ട് പറയോ? നിങ്ങളെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് അതാ ഹസീന അവിടെ നിന്ന് ഇറങ്ങി വരുന്ന കുഞ്ഞിക്കതിയുടെ നേരെ. ഇങ്ങോട്ട് വാടി ഇജ്ജ് എന്നെ കൊല്ലാനേ. എന്താന്നില്ലേ, ഇജ്ജ് ആന കള്ളത്തിയാണ്. എനിക്കെന്നെ നല്ലോ അറിയാം. സത്യം പറഞ്ഞോ, ഇജ്ജ് സത്താറിനെ ഇജ്ജ് മയക്കി എടുത്തതാണ്, അല്ല ഞാനല്ല. നിങ്ങളല്ലേ സത്താറിനെ വിളിച്ചോ ഇങ്ങനെ വിളിപ്പിച്ചത്. എന്നിട്ടിപ്പോൾ സത്യം പറയടി, സത്താറിന് ഇജ്ജ് നല്ലോണം മയക്കിയെടുത്തു. അത് ഞാൻ സൗദക്ക് വേണ്ടി കണ്ടച്ചതായിരുന്നു ഓനെ. ഓൻ കുറച്ച് ഗ്ലാമർ ഉണ്ട് വിചാരിച്ചിട്ട് അപ്പോൾ തന്നെ ഇജ്ജ് അങ്ങോട്ട് തട്ടിയെടുത്തല്ലേ. വല്ലാത്ത സാധനം തന്നെ. ഉമ്മ, നിങ്ങൾ വേണ്ടാത്തൊന്നും ചിന്തിക്കണം, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്. എന്നെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ തന്നെയല്ലേ അങ്ങനെയൊക്കെ ആക്കാൻ പറഞ്ഞത്, എഴുതി കൊടുത്തതൊക്കെ. പിന്നെ ഇപ്പോൾ ശരിക്കും അതാ ഹസീനയും ഉമ്മയും നല്ല തല്ലാണ് നടക്കുന്നത്. വീട്ടിൽ വന്ന അണ്ണാച്ചികളെയെല്ലാം ആട്ടിപ്പായിച്ചതിന് ശേഷം അവിടെ നല്ല തല്ല്. അതേ, എനിക്കെന്നെ വിശ്വസിക്കാനും പറ്റില്ല. അണ്ണാച്ചികളെ വിളിച്ചെടുത്ത് ഇജാണോ? പറയാൻ പറ്റൂല. വേഷം മാറിക്കാണ്ടൊക്കെ ആരെയും വിളിച്ചെടുത്ത് എനിക്കറിയില്ല. അതേ തള്ള ചിലക്കണ്ട. എന്നോട് നിങ്ങൾ ചിലക്കാനേ നിൽക്കണ്ട. ഞാൻ നിങ്ങളെ കൂടെ നിങ്ങളിപ്പം ജീവിക്കാൻ എനിക്ക് കഴിയൂല. നിങ്ങൾക്ക് ഇറങ്ങിപ്പോയിക്കോളി. നിങ്ങൾ ജയിലിൽ 4 കൊല്ലം ഇടണം, എന്നാലേ നിങ്ങളൊന്ന് പഠിക്കുള്ളൂ. നിങ്ങൾ ഉപ്പാനെ വരെ നിങ്ങൾ ഇറക്കി വിട്ടാണ്. എനിക്ക് അറിയായിട്ടൊന്നുമല്ല. നിങ്ങൾ എന്താ സാധനം? ഉപ്പാൻ്റെ 2ാമത്തെ പെണ്ണുങ്ങളെ പോയിക്കാണ്ട് ആ വീട്ടിൽ നിന്ന് വലിച്ചിറക്കി കൊണ്ടേക്കണം നിങ്ങൾ. അതും എനിക്ക് അറിയായിട്ടൊന്നുമില്ല. ഒക്കെ ഞാൻ കോടതിയിലാണ് പറയും. ഇമ്മ കാട്ടിക്കൂട്ടിയതൊക്കെ. ഉപ്പാനകത്ത് കയറ്റാതെ വാതിലടിച്ചത് ഞാൻ പറയും. പിന്നെ അത് മാത്രമല്ല, എന്തിനാണ് ആ പാവം മക്കളെയും അവരെയും കൂടി ആ കൊച്ചു വീട്ടിൽ ആരും ഇല്ലായിരുന്നു. ഉപ്പാൻ്റെ വീടെന്നല്ലേ. അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന വീട്ടിലറ്റങ്ങളൊന്ന് താമസിച്ചപ്പോൾ അപ്പോഴേക്കും അവിടുന്ന് അവരെ പിടിച്ചിറക്കി. അതൊക്കെ നിങ്ങൾ തന്നെയാണ്.
അതൊക്കെ എനിക്ക് പറയാനുണ്ട്. നിങ്ങളെ ഭാഗത്താണ് കൂടുതൽ തെറ്റുള്ളത്. അതുകൊണ്ട് നിങ്ങളാണ് ജയിലിൽ കിടക്കേണ്ടത്. എന്നടി ഞാൻ കൊന്നാളാ, എന്നാ ഞാൻ കൊന്നോട്. എനിക്ക് അതല്ല മാണ്ടിയത്. പിന്നെ തല ഞാൻ അടിച്ചു പൊളിച്ചു കരുതിക്കച്ച്. എൻ്റെ നാവിന് ഇത്ര പോലെ നീളേറെയാണല്ലോ. പെറ്റ തള്ളെന്നുള്ളൊരു ബോധം ഞാൻ മറക്കണ്ട. ഒന്ന് പറഞ്ഞാൽ അവൾക്ക് 10 ഇങ്ങോട്ട് തിരിച്ചു കണ്ട് പറയും. എന്നാൽ എൻ്റെ സൗദ അങ്ങനെ പറയില്ലേനോ. ഇപ്പോൾ സൗദൻ്റെ ഒപ്പം കൂടിക്കണ്. സൗദൻ്റെ ഒപ്പം കൂടാൻ ഞാൻ കൂടും. എനിക്കറിയാം നിങ്ങൾക്കിപ്പോൾ മരുവൻ്റെ പൈസ നല്ലോണം കിട്ടിയപ്പോഴേ വല്ലാത്ത എനിക്കറിയാം നിങ്ങളത് എന്താ നല്ലോണം പൈസ വേണം. പൈസ ഇല്ലാത്തപോലെ നിങ്ങൾ നല്ല ചവിട്ടി അരക്കും. എനിക്ക് നന്നായിട്ടറിയാം. എടി വേണ്ടാത്ത നിൽക്കണ്ട ജി. ഇന്നെ കൊണ്ടാവില്ല ഈ വയസ്സുകാലത്ത് ജയിലിൽ പോയി കിടക്കാൻ. അന്നെ പറ്റിയാണ് ഞാൻ നല്ല കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. ശരിക്കും അതാ ഉമ്മയും മകളും കൂടെ അവിടെ വീണ്ടും തല്ലുകൂടൽ തുടങ്ങിയിരിക്കുന്നു. പഠിച്ചോനെ എന്തോ ഒരു ഒച്ചപ്പാടാണ് അവിടെ. എന്തോ ഒരു ഉമ്മയും മക്കളും ഇങ്ങനെ ഉണ്ടാവുമോ റബ്ബെ, ഒരു തല്ലും പൊടി ഇല്ലാത്തൊരു സ്വഭാവം. കാരണം കൊല്ലാൻ വരെ മടിക്കൂലേ. പഠിച്ചോനെ ഓരോരുത്തരും ഇങ്ങോട്ട് സ്വന്തം മാതാപിതാക്കളെന്നോ മക്കളെന്നോ വ്യത്യാസമില്ലാതെ ഓൽക്കോല ഇഷ്ടത്തിന് ജീവിക്കണം എന്നുണ്ടെങ്കിൽ കുട്ടിനെ വരെ ഉപദ്രവിക്കുക. ഇപ്പോൾ ഒരു പിഞ്ചു കുഞ്ഞിപ്പോൾ മരണപ്പെട്ടിക്കണ്. കാരണം കാമുകൻ്റെ ഒപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ ഒരുപാട് 50 തവണ മുറിവേൽപ്പിച്ചു, സിഗരറ്റ് കൊണ്ട് കുത്തി, ലാസ്റ്റ് കൊന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പഠിച്ചവരെ എന്തൊക്കെ തന്നെയായാലും കുഞ്ഞിക്കഥയെ വിചാരിക്കുന്നു. അതേ ഇന്നെക്കൊണ്ട് എനിക്ക് ശല്യം ആവണ്ട. എൻ്റെ വിചാരം ഉണ്ടാവും ഞാൻ ഇവിടെ തന്നെ ഇറങ്ങിപ്പോയാൽ എനിക്ക് ഇവിടെ സുഖസുന്ദരമായി ജീവിക്കാൻ എൻ്റെ മട്ടം പോലെ എനിക്കുള്ള കാമുകന്മാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് ഇവിടെ ജീവിക്കാനേക്കാരും പ്ലാനിങ് ആണ്. അതന്നെയാണ്. നിങ്ങൾ നൊയിഞ്ഞു പോയി തരുമോ ഈ ഒരു പഴയ സാധനം? ഒരു വേലക്കാരുടെ റോഡിൽ നിങ്ങളെ നിർത്തിൻ്റെത്. എന്നിട്ടിപ്പോൾ നിങ്ങൾ തലയ്ക്ക് കയറുക അല്ലേ? അതെ വല്ലാതെ ചെൽക്കണ്ട. ഇത് എൻ്റെ പേരിലുള്ളതാണ്. അതെ നിങ്ങളെ പേരിലുള്ളതെന്ന് പറയാനായിട്ടൊന്നുമില്ല. നിങ്ങളെല്ലാവരോടും പറഞ്ഞിട്ട് ചോദിച്ചാൽ രേഖകളൊക്കെ എവിടെ? അതൊക്കെ അയക്കണോ? ഇജൊന്നും അത് നോക്കണ്ട. അനക്ക് ഈ പേരും സ്ഥലം കിട്ടൂല എൻ്റെ അഴിഞ്ഞാട്ടത്തിന്. ഇജിങ്ങനെ കണ്ട ആൾക്കാർ ചെക്കന്മാർ എൻ്റെ കൂടെ പഠിച്ചോല് മറ്റോല് മറിച്ചോല് എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ടുവരിക. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ ഒരു മന്തി ഓർഡർ ചെയ്യുക, ഡൈനിങ് ഹാളിലിരുന്ന് തിന്നുക, എന്നിട്ട് ആ ഒരു എല്ലും മുള്ളൊക്കെ അവിടെ ഇട്ട് പോകുക, എന്നിട്ട് എന്നോട് ക്ലീൻ ചെയ്യിപ്പിച്ച. ഇതൊക്കെ അല്ലടി എൻ്റെ പരിപാടി. അതൊക്കെ എനിക്ക് പറയാണ്ട് കോടതിയിൽ. അതെ വയസ്സന്മാരെന്തെങ്കിലും കാട്ടിക്കഴിഞ്ഞാലേ അതിന് നിങ്ങൾക്ക് നല്ല വയസ്സേക്കണോ? നിങ്ങളിപ്പോൾ ചുരിദാറിട്ട് ഇങ്ങനെ പല പല ഐറ്റംസ് ചുരിദാറിട്ടുള്ള നിങ്ങൾ നടക്കണത്. ഒന്നുണ്ടൊരു പച്ച, ഇപ്പോൾ ഒരു മഞ്ഞുണ്ട്. അതിനെന്താടി എനിക്ക് ഞാൻ ചുരിദാറിനും സ്വർണ്ണിടും. അതിൽ ഒരിതും കരുതിയിട്ട് കാര്യമില്ല. ഇട്ടോളി എങ്ങനെ വെച്ചാൽ. ഏതായാലും ജയിലിൽ പോയി ഗോതമ്പുണ്ട് തിന്നാനുള്ളതല്ലേ. കുഞ്ഞിക്കതിയ അതാ ദേഷ്യം പിടിച്ച് അസീനയുടെ മുഖം നോക്കി ഒന്ന് പൊട്ടിച്ചു. എന്ത് തൊള്ള കാട്ടണത്? ശരിക്കും കുഞ്ഞിക്കതിയെ അതാ ഹസീന ശക്തമായി ഒന്നങ്ങ് തള്ളി. ആ തള്ളലിൽ കുഞ്ഞിക്കതിയ ആ ഒരു സോഫയിലേക്ക് മലർന്നടിച്ച് വീണു. എൻ്റെ റബ്ബേ, മക്കളെ കൊണ്ട് ഇങ്ങനെ ഇത്രയും ഇടങ്ങാറാണ്ട ഒരു അവസ്ഥ എനിക്കേ ഉണ്ടാവുള്ളൂ. വല്ലാത്തൊരു പുതുമ തന്നെയാണിത്. എൻ്റെ റബ്ബേ. എന്നാൽ ഈ സമയം അതാ കുഞ്ഞിക്കതിയുടെ ഫോൺ വീണ്ടും ബെല്ലടിക്കുന്നു. നിങ്ങൾ ഹാജരാവാൻ പറഞ്ഞ സമയത്ത് ഹാജരായില്ല, ഇനിയും ടൈം എടുത്തു. ഇനി നിങ്ങൾക്ക് പണിഷ്മെൻറ്റ് കൂടുതൽ കിട്ടും കേട്ടോ. കാരണം ഇവിടെ ഒരു കറക്റ്റ് കാര്യങ്ങൾ ചെയ്യാണ്ട് അതിനനുസരിച്ച് നമ്മൾ ചെയ്യണം. അല്ലാതെ നിങ്ങളുടെ ഇഷ്ടം പോലെ സൗകര്യത്തിനനുസരിച്ചല്ല. അല്പം മാന്യതയോട് കൂടിയാണ് കോൺസ്റ്റബിൾ വിളിച്ചു പറഞ്ഞത്. അതെ പെരുന്നാൾ കഴിഞ്ഞിട്ട് നജീബും ഭാര്യയും എത്തിയിട്ടില്ല. എന്നാൽ ഇവർക്കുള്ള ഡേറ്റ് കഴിയുകയും ചെയ്തു. അതെ പൊന്നു സാറേ, നാളെ എന്തായാലും നോക്കുന്നു. ഇനിയിപ്പോൾ കയ്യൂല, പെരും ഇടിയും മയം കാറ്റിക്കണം. എങ്ങനെയാണ് പെടുന്നാണ്ട് ഇറങ്ങുക? ഒരു വണ്ടി കിട്ടണമെന്നുണ്ടെങ്കിൽ തെല്ലോ ഒന്ന് ഇവിടെ കാത്തിക്കണം. എൻ്റെ പൊന്നാര സാറേ, നാളെ അങ്ങോട്ട് വരാം, ഇന്നിപ്പോൾ കയ്യൂല. എന്നാൽ പെട്ടെന്ന് ഹസീന പറഞ്ഞു, എന്തിനാ നിങ്ങൾക്ക് ഇന്ന് തന്നെ പോയിക്കൂടെ? നിങ്ങളല്ലേ വിളിക്കണത്, ഇന്നല്ലല്ലോ. എടി ഇജ്ജ് വല്ലാതെ ശൽക്കണ്ട, അന്നും കൂടി കൂട്ടിക്കണം. നമ്മൾ രണ്ടാൾ ഒരുമിച്ചാണ് ഇറക്കി വിട്ടിക്കണത്. വല്ലാത്തൊരു പുതുമ റബ്ബേ. ഈ ഒരു പെണ്ണിൻ്റെ ഒപ്പൊക്കെ എങ്ങനെ റബ്ബേ ഞാൻ ജീവിക്കാൻ എനിക്കറിയില്ല. ശരിക്കും അതാ കുഞ്ഞിക്കതിയെ കരയുന്നു. തള്ളേ വെറുതെ നിങ്ങൾ മോങ്ങണ്ട, മനസ്സിലായല്ലോ? പോകാൻ നോക്കിക്കോളി. വേഗം ഒരു ഓട്ടോയും വിളിച്ച്. എടി ഞാനാണിപ്പോൾ പോകേണ്ടത് അല്ലേ? ഇജ്ജ് ഇവിടെ സുഖമായിട്ടിരിക്കുക. അതെ കുഞ്ഞിക്കതിയെ തമ്മയിച്ചിട്ടും വേണ്ടേ? പറ്റൂല, അത് പറഞ്ഞാൽ പറ്റൂല. എന്തോ ഒരു മക്കളോട് ഇത്രയും സ്നേഹമില്ലാത്തൊരു ജന്തുവിനെ ഞാൻ കണ്ടിട്ടില്ല.
എത്രയോ ഉമ്മമാരെ കണ്ടിക്കണ് ഇത്രക്കും സ്നേഹമില്ലാത്തതിന്. ഇപ്പോൾ ഒരാളെ ഇറക്കി വിട്ടു, ഇപ്പം ഇനിയും കൂടി ഇവിടുന്ന് ജയിലിൽ കയറ്റാൻ വേണ്ടി നിൽക്കുക. അതിന് വേണ്ടിയിട്ട് എന്താ നിങ്ങളെ മനസ്സിനുള്ളിൽ കസ്വത്തിൽ കൽബലോ? ശരിക്കും അതാ ഹസീനയുടെ ആ ചോദ്യം കേട്ടപ്പോൾ കുഞ്ഞിക്കഥ പറഞ്ഞു, വേണ്ട ജി വേണ്ടാത്തിന് നിൽക്കണ്ട, എൻ്റെ കള്ളി എനിക്ക് ഞാൻ പൊളിക്കാൻ അറിയാത്തില്ല. എന്നെക്കുറിച്ച് ഇവിടെ എല്ലാവർക്കും അറിയാം, ജാന വളവത്തിയാണ്. ഇജ് ആ ഫോൺ എടുത്ത് കാണാണ്ട് കൊടുത്ത ചിലക്കാതെ, അതാ എനിക്ക് നല്ലത്. അപ്പം മറന്നിട്ടൊന്നും ഇല്ലല്ലേ? അവർ ഞാൻ അത് ആവശ്യപ്പെടും. സൗദൻ്റെ ഫോൺ എവിടെ? ഓളെ ഫുള്ള് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ആവശ്യപ്പെടും. ഓൾ ഓർമ്മ ഒന്ന് തെളിയട്ടെ, അപ്പോഴേക്കാരം. പിന്നെ ഞാൻ എടുത്തിട്ടൊന്നുമില്ല. പിന്നീട് എൻ്റെ അടുത്ത് തന്നെ അല്ലേടി ഫോണ്? എനിക്കറിയില്ല, എൻ്റെ അടുത്ത് ഫോണും കാര്യങ്ങളും ഒരു തേങ്ങയും ഒന്നുമില്ല. അതൊക്കെ വിറ്റൊന്ന് പറഞ്ഞിരുന്നല്ലോ. നിങ്ങളെന്നല്ലൊക്കെ പറഞ്ഞിരുന്നത്? എൻ്റെ പൊന്നാര പെണ്ണെ, എമ്മട്ടജി പച്ച കല്ല് വെച്ച് നോണ പറയണം. കളവ് പറയാത്ത ഒരാൾ, കള്ളത്തരം ചെയ്യാത്ത ഒരാൾ. ശരിക്കും ഹസീന കുഞ്ഞിക്കഥയോട് നല്ല രീതിയിൽ ദേഷ്യപ്പെട്ട് തന്നെ പറയുന്നത്. ഇജ്ജ് നന്നാവൊരു നോക്കിക്കോ, എൻ്റെ നാവ് കണ്ടില്ല, എൻ്റെ നാവുകൊണ്ട് എന്നെ എന്തൊക്കെയാ ഇജ്ജ് പറഞ്ഞെടുക്കാറാക്കണ്. അതെ, നിങ്ങളിപ്പോൾ നന്നാവില്ല എന്നൊക്കെ പറഞ്ഞാലും ഞാൻ നന്നാകാനൊന്നും ഉണ്ടാവില്ല. ആദ്യം നിങ്ങൾ നന്നാകുക, തള്ള ആദ്യം നന്നാഞ്ഞിട്ടാണ് മക്കളെ നന്നാക്കൽ. ശരിക്കും അതാ കുഞ്ഞിക്കഥ കരഞ്ഞു പോയി ഹസീനയുടെ ആ ഒരു ഉപദ്രവവും കാട്ടിക്കൂട്ടലും കൊണ്ട്. നിങ്ങൾ പോയിക്കോളി, നിങ്ങൾ എന്നെ കാക്കണ്ട, ഞാൻ പറഞ്ഞേക്കണല്ലോ, നിങ്ങൾ പോയിക്കോളി, എനിക്ക് യാതൊരു റോളും ഇല്ലല്ലോ, ഞാൻ ഒന്നും ചെയ്തിട്ടുമില്ല, നിങ്ങളാണ് കാട്ടിക്കൂട്ടിയതൊക്കെ. കുഞ്ഞിക്കഥയും ഹസീനയും നല്ല തല്ല് നടക്കുകയാണ് അവിടെ. എന്നാൽ ഈ സമയം നവാസ്, സൗദ അവൾ പതുക്കെ ഒന്ന് മൂളി. എന്താ സൗദ നീ ഇങ്ങനെ എത്ര ദിവസമായി മിണ്ടാദ്യം പറയാതിരിക്കുന്നത്? എന്താ നിൻ്റെ പ്രോബ്ലം? നീ ഒന്ന് തുറന്നു പറയോ? അവൾ വീണ്ടും മുണ്ടാതെ മൗനം പാലിക്കുന്നു. എന്താ സൗദ, നീ ഇങ്ങനെ തന്നെയാണെങ്കിൽ എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയോ? നിനക്ക് കുഞ്ഞിനെ നോക്കാൻ കഴിയോ? എന്നും ഈ ഒരു അവസ്ഥയിലാണ് നീ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വേറെ ഞാൻ ഒരു ഓപ്ഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ശരിക്കും അവൾ ഒന്ന് ഞെട്ടിയ പോലെ. അതെ, ഏതൊരാണും ചിന്തിക്കുന്ന കാര്യം തന്നെ. സൗദ, ഈ ഒരു നിലക്കാണെങ്കിൽ എനിക്ക് പ്രയാസമാണ് നിൻ്റെ കൂടെ ജീവിക്കാൻ. അതായത് എനിക്കിങ്ങനെ നിർത്തിയിട്ട് എന്ത് കാര്യം? ഞാൻ പോവുകയാണ്, എനിക്ക് ഗൾഫിലേക്ക് പോകണം. നിനക്കുള്ള ചിലവിനുള്ള ക്യാഷൊക്കെ പതിവ് പോലെ മുടങ്ങാതെ നിൻ്റെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതിനേക്കാൾ എക്സ്ട്രാ ഞാൻ കുറച്ചുകൂടി ഇടാം. എങ്കിലും നിൻ്റെ അസുഖങ്ങളൊക്കെ മാറട്ടെ. അല്ലാതെ ഇവിടെ ഞാൻ നിന്നിട്ട് ഒരു അർത്ഥമില്ല. എനിക്ക് ഗൾഫിലേക്ക് പോകണം. പിന്നെ ഞാൻ സാറിനോട് പറയാം ഞാൻ നിന്നെ ഡിസ്ചാർജ് ചെയ്ത് തരാൻ. കാരണം ട്രീറ്റ്മെൻറ്റിലുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഇനി അതുമല്ല ഒരു ഹോം നേഴ്സെ ഏൽപ്പിച്ച് ഇവിടെ നിർത്തിക്കഴിഞ്ഞാലും നിനക്ക് നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. എന്നാൽ പെട്ടെന്ന് സൗദ ഞെട്ടിയ പോലെ കൈകൾ കൊണ്ടോ തല കൊണ്ടോ വേണ്ടെന്ന് അവൾ അതാ കാണിക്കുന്ന പോലെ. എന്താ സൗദ, ഞാൻ പോകുന്നത് നിനക്ക് ഇഷ്ടമല്ലേ? നീ ഇപ്പോൾ ജീവിതം നല്ലോണം പഠിച്ചല്ലോ. അതാണ് പറഞ്ഞത്. ഭർത്താവിൻ്റെ വാക്ക് ഒന്നനുസരിച്ചിരുന്നെങ്കിൽ നിനക്കിതൊന്നും വരില്ലായിരുന്നു, നല്ല റാഹത്തോടു കൂടെ. പക്ഷെ നിനക്ക് പറ്റിയില്ല, എന്താ ചെയ്യുക? ഇപ്പോൾ നീ അനുഭവിക്കുന്നത് കണ്ടില്ലേ? സൗദ നേരെ അതാ നവാസ് സൗദയുടെ അരികിലേക്ക് ഇരുന്നു. സൗദ, പിന്നെ നിനക്ക് എന്താ പ്രശ്നം? എന്താ നിൻ്റെ പ്രശ്നം? എന്തുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ഈ ഒരു പ്രോബ്ലംസ് വന്നത്? എന്താ നിൻ്റെ പ്രശ്നം? അവൾ വീണ്ടും മൗനം പാലിച്ചു. അവൾക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. അല്ലെങ്കിലും എന്ത് പറയാൻ, അവൾക്കതിന് ഓർമ്മയുണ്ടായിട്ട് വേണ്ടേ? സൗദ, നീ തന്നെയാണ് ഈ ഒരു കെണിയിലൊക്കെ വീണത്. നല്ല രീതിയിൽ നല്ല ആത്മാർത്ഥതയോടു കൂടെ എല്ലാം നല്ല റാഹത്തോടു കൂടിയുള്ളതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, നീയായിട്ട് നഷ്ടപ്പെടുത്തി, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ഈ സമയം അതാ കുഞ്ഞിക്കഥയ്ക്ക് മനസ്സിലായി ജീപ്പിലിട്ട് കൊണ്ടുപോകും, വീണ്ടും ആൾക്കാരുടെ കൂടെ കൊണ്ടുപോകും എന്നുള്ളത്. ഒടുവിൽ അതാ കുഞ്ഞിക്കഥ വിളിക്കുന്നു ഫായിസിനെ. ഫായിസേ, എടാ മോനെ ഒന്ന് വന്നാൽ എനിക്ക് സ്റ്റേഷനിട്ടൊന്ന് പോകാനാണ്. വീണ്ടും ഫായിസിനെ വിളിച്ചപ്പോൾ എൻ്റെ പൊന്നാര താത്ത, എനിക്ക് നിങ്ങളെ കൂടെ വരാനാവൂല, ഞാനാകെ പെട്ട് കിടക്കുകയാണ്. ഒരു കേസിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ അവസ്ഥ അറിയോ? ആരെന്തെങ്കിലുമൊക്കെ നോക്കുകയാണെങ്കിൽ കേസുണ്ടെങ്കിൽ അത് തെളിഞ്ഞവിടെ കാണും. എൻ്റെ കല്യാണം പോലും കഴിയാത്തതാണ്. അതിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പെണ്ണും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഞാനില്ല, നിങ്ങൾ വേറെ ആരെയും വിളിച്ചോളി. പൊന്നാര ഫൈസേജ് വേറെ ആരെയും ഒന്നും വിളിച്ചു കൊണ്ടേ. എന്തിനാണ്? എനിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനാണ്, എന്നോട് ചെല്ലാൻ പറഞ്ഞിരിക്കണ്. ഓ അങ്ങനെ, എന്തായാലും നിങ്ങളുമായിട്ടുള്ള ഇടപാടിന് ഞാനില്ല, ദയവായി എന്നെ വിളിക്കരുത്, നിങ്ങളത് ബ്ലോക്ക് ചെയ്യണേ. അത് എന്നെ കൊണ്ടാവില്ല പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട്.
എനിക്കത് ഇഷ്ടമല്ല. മനുഷ്യനെ ഓരോന്നിനെ പെടുത്താൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ഇറങ്ങിക്കോളും എന്ന് പറഞ്ഞ് അത് അവൻ ഫോൺ കട്ട് ചെയ്തു. എന്താടാ? തൊട്ടപ്പുറത്ത് അവൻ്റെ ഒരു കൂട്ടുകാരൻ ഓട്ടോ ഡ്രൈവർ. എന്താടാ? ഒന്നുമല്ല, കുഞ്ഞിക്കജ എന്ന് പറഞ്ഞാൽ താത്താൻ്റെ അടുത്തേക്ക് ഒരു ട്രിപ്പ്. അത് എനിക്ക് തീരെ താല്പര്യമില്ല. എന്താടാ ട്രിപ്പ് വെറുതെ എന്തിനാ കളയണത്? പൈസ കിട്ടൂലേ? നമുക്ക് ഓട്ടോറിക്ഷക്കാർക്ക് കുറഞ്ഞ എണ്ണൻ്റെ പൈസയല്ലേ ആവുള്ളൂ. എത്ര കിട്ടും? നീ എന്തിനാ വെറുതെ അത് മിസ്സാക്കിയത്? എടാ, എന്നെക്കൊണ്ടാവില്ല വിചാരിച്ചിട്ട് തന്നെ. അവർ നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല. അതൊക്കെ ഭയങ്കര പ്രശ്നക്കാരാണ്. അതൊന്നും ശരിയാവില്ല. എവിടെ ലൊക്കേഷൻ പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം. എന്നാ അനക്ക് വേണമെങ്കിൽ പോയിക്കോ. എന്നെക്കൊണ്ടാവില്ല, തലവേദനയാണ്. അതൊക്കെ ഏറ്റെടുക്കുക. ഈ ഇങ്ങോട്ട് കാട്ടിക്ക. പൈസ കിട്ടുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പണത്തിന് വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. പോയിക്കോ ഇന്ന ലൊക്കേഷൻ. അപ്പോൾ തന്നെ അയാൾക്ക് ലൊക്കേഷൻ വിട്ടുകൊടുത്തു. അതിനനുസരിച്ച് അയാളത് പോകുന്നു. നേരെ അവരുടെ ഗേറ്റിന് മുമ്പിലാണ് ആ ഓട്ടോ വന്ന് നിന്നത്. എന്നാൽ ഈ സമയം കുഞ്ഞിക്കതിയ ഓട്ടോ അതെ, എനിക്കൊന്നൊരു സ്ഥലം വരെ പോകാണ്ടായിരുന്നു. എങ്ങോട്ടാണ്? പോലീസ് സ്റ്റേഷനിലേക്ക്. ഓട്ടോ ഡ്രൈവർ ഒരു നിമിഷം ഞെട്ടിപ്പോയി. എന്താ, എന്തെങ്കിലും കേസ്? കുറച്ച് ഉണ്ട്. അതൊക്കെ ഒന്ന് ഒഴിവായി കിട്ടാനേ അതിനും വേണ്ടി പോകുന്ന എല്ലാം പറഞ്ഞതേനോ? ഓക്കെ കയറ്. അല്ല നിങ്ങൾ മാത്രമേ ഉള്ളൂ? എടി ഹസീന, ഇജ് വരുന്നില്ലേ? ഹസീന ഉറക്കെ വിളിച്ചു. അതെ, ഈ പോരുന്നുണ്ടോ? ഇല്ലേ, ഞാൻ പോകണില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങളാണ് ചെയ്തത്. നിങ്ങൾ പോയിക്കോളി. ഇനി എന്നെ വിളിക്കും വേണ്ട. അങ്ങനെ ഏതാ കുഞ്ഞിക്കതിയ ഓട്ടോയിൽ കയറി പോകുന്നു നേരെ പോലീസ് സ്റ്റേഷനിലേക്ക്. അവിടെ എത്തിയാൽ അവർ എന്ത് ചോദിക്കും, എന്ത് പറയും? ഹസീനയെ വീണ്ടും പൊക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.